ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗം. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന ധൃതരാഷ്ട്രരും അദ്ദേഹത്തിന് വേണ്ടം വണ്ണം അവിടുത്തെ സംഭവ വികാസങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സഞ്ജയനും ആണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞുകൊണ്ട് വന്ന ആ സന്ദർഭങ്ങള്. ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന സഞ്ജയന്റെ 7-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. 8-ാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് തുടർന്ന് പറയുവാനുള്ളത്. 8-ാമത്തെ ശ്ലോകം. ശ്ലോകം 8. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ. ഭവാൻ ഭീഷ്മഃ ച കർണഃ ച കൃപഃ ച സമിതിം ജയഃ അശ്വത്ഥാമാ വികർണഃ ച സൗമദത്തിഃ ജയദ്രഥഃ. ഭവാൻ അങ്ങും ഭീഷ്മഃ ച ആ ഭീഷ്മ പിതാമഹനും കർണഃ കർണഃ ച കർണനും സമിതിഞ്ജയഃ കൃപഃ ച അത്രയും പോരാളികളെ ജയിക്കുവാൻ പ്രാപ്തനായിട്ടുള്ള ആ കൃപാചാര്യനും പോരിൽ ജയമുള്ളവനായ ആ കൃപാചാര്യനും അശ്വത്ഥാമ വികർണഃ ച അശ്വത്ഥാമാവും വികർണനും സൗമദത്തിഹി ജയദ്രഥഃ ഭവതി. സൗമദത്തി അതായത് ഭൂരിശ്രവസ്സും ജയദ്രഥനും ഉണ്ട്. ഇവർ മാത്രമല്ല, തുടർന്ന് അടുത്ത ശ്ലോകത്തിലായിട്ട് മറ്റുള്ളവരെയും പറയുന്നുണ്ട്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ. ശ്ലോകം 9. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ തിക്തജീവിതാ നാനാശസ്ത്രപ്രകരണാഃ സർവേ യുദ്ധവിശാരദാ. അന്യേ ച ബഹവഃ ശൂരാ മദ അർത്ഥേ തെക്തജീവിതാഃ നാനാശസ്ത്രപ്രകരണാഃ സർവേ യുദ്ധവിശാരദാഃ. മദ അർത്ഥേ തെക്തജീവിതാഃ ബഹവഃ. മദർത്ഥേ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് തിക്തജീവിതാഹ ജീവിതത്തെ തന്നെ ഒഴിഞ്ഞു വെച്ച, ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ബഹവഹ വളരെയധികം അന്യേ ശൂരാഹ ചാസതി അനേകം ശൂരന്മാരുമുണ്ട്. മറ്റനവധിയായിട്ടുള്ള അനേകം ശൂരന്മാരും ഉണ്ട്. തേ സർവേ അവരെല്ലാവരും തന്നെ നാനാശസ്ത്രപ്രകരണാഹ അനേകം തരത്തിലുള്ള ആയുധങ്ങളെ പ്രയോഗിക്കുവാൻ അതിസമർത്ഥന്മാർ ആയിട്ടുള്ളവരാണ്. യുദ്ധവിശാരദാഹ ഭവതി യുദ്ധ നൈപുണ്യമുള്ളവരുമാകുന്നു. അപ്പൊ ഇവരെല്ലാം അത്രയധികം യുദ്ധ നൈപുണ്യമുള്ളവരും ആകുന്നു. അങ്ങ് പറയുകയാണ്, ആദ്യത്തെ ശ്ലോകത്തിലായിട്ട് പറഞ്ഞു ഭീഷ്മർ, കർണർ, കൃപാചാര്യർ തുടങ്ങിയവരുണ്ട്. അവർ മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ട് ജീവൻ ഒഴിഞ്ഞു വെച്ച വളരെയധികം മറ്റുള്ള ശൂരന്മാരായിട്ടുള്ളവരും ഉണ്ട്. അവരെല്ലാം പലതരത്തിലുള്ള ആയുധങ്ങളെ പ്രയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ളവരാണ്, വളരെ യുദ്ധ നൈപുണ്യം ഉള്ളവരും ആകുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ തിക്തജീവിതാ നാനാശസ്ത്രപ്രകരണാഃ സർവേ യുദ്ധവിശാരദാ. ഇനി അടുത്തത് ശ്ലോകം 10. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്യുതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം തത് അസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്യുതമേതേഷാം പര്യാപ്തം തു ഇതം ഏതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മന്റെ സൈന്യത്തെക്കുറിച്ചും ഭീമന്റെ സൈന്യത്തെക്കുറിച്ചും ഉള്ള താരതമ്യം ചെയ്യലാണ്. ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മ പിതാമഹൻ നയിക്കുന്ന ആ ഒരു സേനയാകട്ടെ അസ്മാകം നമ്മുടെ ആ സേന എന്ന് പറയുകയാണ്. ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മൻ സൈന്യാധിപനായിരിക്കുന്ന അസ്മാകം തതുബലം ആ സൈന്യത്തിന്റെ നമ്മുടെ ആ സൈന്യത്തിന്റെ ബലം അപര്യാപ്തം അളവറ്റതാണ്. അത് അത്ര വലിയ ഒരു ശ്രേയസ്കരമായിട്ടുള്ള അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള കുരുവംശത്തിന്റെ പിതാമഹനാണ്. അദ്ദേഹത്തിന്റെ ആ ശ്രേഷ്ഠത എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് അപര്യാപ്തമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അളവറ്റ സൈന്യമാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത്. എന്നാൽ
ഭീമാഭിരക്ഷിതം, എന്നാൽ ഭീമൻ രക്ഷിക്കുന്ന ഭീമന്റെ കൂടെയുള്ള ആ സൈന്യമാകട്ടെ ഏതേഷാം ഇവരുടെ ഇതംബലം തൂ പര്യാപ്തം, ഇവരുടെ ഈ സൈന്യത്തോട് പൊരുതുവാൻ തക്ക പ്രാപ്തമുള്ളവരല്ല. കാരണം അത്രയും സംഖ്യയില്ല. ഇവരുടെ സേന എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സൈന്യമാണ്. എന്നാൽ ഭീഷ്മന്റെ കൂടെ അത്രയധികം ആളുകളൊന്നും ഇല്ല. അതുകൊണ്ട് ആ സേന പര്യാപ്തമാണ്. എന്നാൽ ഭീമന് അത്ര വലിയ ശൗര്യമാണുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ അറിയാൻ പറ്റൂല എന്നുള്ള ആ ഒരു തരത്തിലുള്ള ആ ഒരു പറച്ചിലാണ് പറയുന്നത്. ഭീഷ്മ പിതാമഹന്റെ കീഴിലുള്ള നമ്മുടെ സൈന്യം വളരെ വലുതാണ്. എന്നാൽ ഭീമൻ നയിക്കുന്ന ആ പാണ്ഡവന്മാരുടെ സൈന്യം സംഖ്യ കൊണ്ട് നന്നേ കുറവാണ് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദ്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ശ്ലോകം 11. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തോ ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മഃ ഏവാം അഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഭവന്തഃ സർവേ, നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പൊ ഇവിടെ ഭീഷ്മ പിതാമഹനെ മാത്രമേ ഉള്ളൂ വിശ്വാസം. മറ്റുള്ളവർക്കിടെ ബലവീര്യത്തിലൊന്നും അത്ര വലിയ വിശ്വാസം ദുര്യോധനനില്ല. അതുകൊണ്ടാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും ഭീമന്റെ ആ ഒരു സൈന്യം വിജയം നേടിത്തരുവാൻ പര്യാപ്തമാകുന്നതല്ലയോ എന്ന ഒരു ശങ്ക ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ദുര്യോധനൻ പറയുകയാണ്, ഭീഷ്മ പിതാമഹനെ നിങ്ങൾ എല്ലാവരും സംരക്ഷിച്ചു കൊള്ളണം. കാരണം പിതാമഹൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭവന്തക സർവേ, നിങ്ങൾ എല്ലാവരും സർവേഷു അയനേഷു ച, സർവേഷു അയനേഷു ച, നിങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ആ ഏത് മാർഗത്തിലൂടെയാണോ ശത്രുക്കൾക്ക് കടക്കാൻ സാധ്യമാവുക ആ വഴികളെല്ലാം തന്നെ അടച്ചുകൊണ്ട് അത്രയും യഥാഭാഗമേവ ആ സ്ഥാനം വിടാതെ തന്നെ അവിടെയെല്ലാം നിറഞ്ഞു നിന്നുകൊണ്ട് അവസ്ഥിതാഹ, അവിടെ എല്ലാം സ്ഥിതി ചെയ്തുകൊണ്ട് എല്ലാവരും അതാത് ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടി ശത്രുക്കൾക്ക് കടന്ന് ഭീഷ്മ പിതാമഹനെ ആക്രമിക്കാൻ സാധിക്കും എന്നുള്ള ആ അവസരമുള്ള ആ സ്ഥാനങ്ങളിലെല്ലാം നിങ്ങൾ സ്ഥിതി ചെയ്തുകൊണ്ട് അവിടെ എല്ലാം നിറഞ്ഞു നിന്നുകൊണ്ട് ആ ഭീഷ്മ പിതാമഹനെ തന്നെ അഭിരക്ഷന്തോഹി, ചുറ്റിനും നിന്ന് രക്ഷിച്ചാലും എന്ന് ബാക്കിയുള്ള സൈന്യങ്ങളോട് പറയുകയാണ്. നിങ്ങളെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഏതെങ്കിലും ദ്വാരത്തിലൂടെ കടന്ന ഭീഷ്മ പിതാമഹനെ മറ്റുള്ളവർ ആക്രമിക്കുവാൻ ഒരു അവസരം നിങ്ങൾ കൊടുക്കരുത്. അപ്രകാരം ആ ഭാഗങ്ങളിലെല്ലാം അടഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മ പിതാമഹനെ രക്ഷിച്ചാലും എന്നവർക്ക് നിർദ്ദേശം നൽകുകയാണ് ദുര്യോധൻ ഈ ഒരു ശ്ലോകത്തിൽ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീമമേവാഭിരക്ഷന്തോ ഭവന്തഃ സർവ ഏവ ഹി. ശ്ലോകം 12. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദപ്മൗ പ്രതാപവാൻ. തസ്യ സംജനയൻ ഹർഷം കുരു വൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യഃ ഉച്ചൈഃ ശംഖം ദപ്മൗ പ്രതാപവാൻ. പ്രതാപവാൻ പരാക്രമിയായ കുരുവൃദ്ധഃ, കുരുവംശത്തിലെ കാർണവരായ പിതാമഹഃ, പിതാമഹൻ ഭീഷ്മ പിതാമഹൻ, തസ്യ അവന് ആ ദുര്യോധനന് ഹർഷം സംജനയൻ, ഹർഷം ജനിപ്പിക്കുന്നത് അതായത് സന്തോഷത്തെ ഉണ്ടാക്കുവാനായിട്ട് ദുര്യോധനെ സന്തോഷിപ്പിക്കുവാനായി സിംഹനാദം വിനദ്യ, ആ സിംഹനാദത്തെ മുഴക്കിക്കൊണ്ട് അതായത് ഗർജിച്ചുകൊണ്ട് ശംഖം ഉച്ചൈഹി ദമൗ, ആ ശംഖത്തെ ഉച്ചത്തിൽ ഊതി എന്ന് പറയുകയാണ്. അങ്ങനെ ആ കുരുക്കളത്തിൽ വെച്ച് ദുര്യോധനൻ ഇപ്രകാരം ശങ്കയോടെ ഭീഷ്മ പിതാമഹനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഭീഷ്മ പിതാമഹൻ ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായിട്ട് ഗർജിച്ചുകൊണ്ട് ആ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് തന്റെ ശങ്കെടുത്ത് ഉച്ചത്തിൽ ഊതി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തസ്യ സംജനയൻ ഹർഷം കുരു വൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദപ്മൗ പ്രതാപവാൻ. ശ്ലോകം 13. തദശങ്കാശ്ച ഭീര്യശ്ച
പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദമുലോഭവത്. തതഃ ശംഖാഃ ച ഭേര്യഃ ച തത ശംഖശ്ച ഭേര്യശ്ച പണവ ആനക ഗോമുഖാഃ സഹസാ ഏവ അഭ്യഹന്യന്ത സഹസൈവാഭ്യഹന്യന്ത സ ശബ്ദാഃ തുമൂലഃ അഭവത്. ശബ്ദസ്തുമുലോഭവത്. സശബ്ദസ്തുമുലോഭവത്. തതഃ അതിനുശേഷം പിന്നീട് ഭീഷ്മ പിതാമഹന്റെ ശംഖമാണ് ആദ്യം മുഴങ്ങിക്കേട്ടത്. അതിനുശേഷം മറ്റുള്ളവരെല്ലാം ശംഖനാദം ഉയർത്തുകയാണ്. അങ്ങനെ ആ പെരുമ്പറകളും മുഴക്കിക്കൊണ്ട് ഭയങ്കര ആ ഒരു യുദ്ധഘോഷം തന്നെ ഇവിടെ നടക്കുകയാണ്. അതാണ് പിന്നെ പറയുന്നത്. തതഃ അതിനുശേഷം ശംഖാഃ ച ശംഖുകളും ഭേര്യഃ ച പെരുമ്പറകളും പണവാനക ഗോമുഖാഃ പണവം നടമിഴാവ് ആന ഗോമുഖം എന്നിവയും സഹസായേവ പെട്ടെന്ന് തന്നെ അഭ്യഹന്യന്ത പ്രയോഗിക്കപ്പെട്ടു അവിടെ. അങ്ങനെ സഹ ശബ്ദ ആ ശബ്ദം തുമൂലഃ അഭവത് വളരെ ഉയർന്ന് കേട്ടു എന്ന് പറയുകയാണ്. അതായത് ഭീഷ്മ പിതാമഹന്റെ ആ ശംഖുവിളിയോടുകൂടി ദ്രോണാദികളും മറ്റും ഉച്ചത്തിൽ ശംഖൂതി. കൂടാതെ പെരുമ്പറം മുതലായ ആ വാദ്യങ്ങളും അടിച്ച് ശബ്ദം മുഴക്കി. ആ ശബ്ദം എങ്ങും മുഴങ്ങിക്കേട്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തദശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദമുലോഭവത്. 14-ാമത്തെ ശ്ലോകം. തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. തതഃ ശ്വേതൈഃ ഹയൈഃ യുക്തൈഃ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവാ ച ഏവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. തതഃ അനന്തരം ശ്വേതൈഃ വെളുത്ത നിറത്തോടുകൂടിയ ഹയൈഃ യുക്തേ കുതിരകളോടുകൂടി മഹതി സ്യന്ദേന മഹത്തായ ആ സ്യന്ധനം അത് രഥത്തിൽ സ്ഥിതൗ ഇരിക്കുന്ന. അപ്പോൾ 4 വെളുത്ത കുതിരകളാണ് ഭഗവാന്റെ രഥത്തിൽ പൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ വെളുത്ത കുതിരകളോടുകൂടിയ ആ മഹത്തായ രഥത്തിൽ ഇരിക്കുന്ന മാധവ ഭഗവാനും പാണ്ഡവ ച ഏവ പാണ്ഡവന്മാരായ മറ്റുള്ളവരും ദിവ്യവും ശ്രേഷ്ഠങ്ങളായ ദിവ്യങ്ങളായിട്ടുള്ള ശംഖൗ പ്രദത് മധുഹു ആ ശംഖുകളെ അവരവരുടേതായിട്ടുള്ള ദിവ്യമായ ശംഖുകളെ ഊതി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഭീഷ്മ പിതാമഹനാണ് ആദ്യം ശംഖ ഊതിക്കൊണ്ട് യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം തുടർന്ന് ബാക്കിയുള്ളവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള ശംഖുകളും ഊതി പെരുമ്പറയും മുഴക്കിക്കൊണ്ട് ആ യുദ്ധത്തിന് ആരംഭം കുറിച്ചു എന്ന് പറയുകയാണ്. ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ആയുധം ശംഖ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ പാഞ്ചജന്യം എന്ന ശംഖൂതിക്കൊണ്ട് ഭഗവാനും അർജുനൻ ദേവദത്തം എന്ന തന്റെ ദൈവദത്തമായിട്ടുള്ള ആ ശംഖും, യുധിഷ്ഠിരൻ അനന്ത വിജയം എന്ന ആ ശംഖും, ഭീമനാകട്ടെ പൗണ്ഡ്രം എന്ന തന്റെ ശംഖും, നകുലൻ സുഘോഷം എന്ന ശംഖും, സഹദേവനാകട്ടെ മണിപുഷ്പകം എന്ന ശംഖും ഊതിക്കൊണ്ട് ആ യുദ്ധത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ.